السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവനത്തെ എല്ലാ സന്ദർഭത്തിലും സൂക്ഷിച്ചിട്ട് അള്ളാഹുരെ ഇഷ്ടപ്പെടരെ നല്ല വിശ്വാസിമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ കാലഘട്ടത്തിൽ ഒരു യഹൂദിയായ മനുഷ്യ ഉമർ റളിയല്ലാഹു അൻഹുരെ മുട്ടപ്പെട്ടു. ആ വ്യക്തി ചൊല്ലിട്ട് ഉമർ റളിയല്ലാഹു അൻഹുട്ട, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നതായ ഒരു നാളുണ്ട്, അതല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഇസ്ലാമിൽ ഒരു നാളുണ്ട്. അങ്ങനെ ഒരു നാള് ഞങ്ങൾക്ക് യഹൂദിരങ്ക് ഇന്നരണ്ടായിരെങ്കിൽ ലത്തഖദ്ന, ആ നാളിൽ ഞങ്ങ ഒരു ഈദ്, ഒരു ആഘോഷത്തെ നാളാക്കാത്ത, ആ ഒരു നാളിൽ ഞങ്ങ കൊസിപ്പെടകുള്ളെങ്കത്തെ ഒരു നാളായിട്ട് ഞങ്ങ കൺസിഡർ ആക്കാത്ത. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കറ്, ഏതായിട്ടിക്കറ് ആ നാള്? അപ്പം ആ യഹൂദി ചൊല്ലു, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ദീന് പൂർത്തിയായിട്ട് ചൊന്ന ആയത്ത് നാസിലാക്കിയെങ്കത്തെ ആ ഒരു നാളുണ്ടല്ലേ, ആ നാളായിട്ടിക്കറ് ഞാൻ ഉദ്ദേശിച്ചത് ചൊന്നു. അഥവാ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി ചൊന്തു തുടങ്ങുറങ്കത്തെ പരിശുദ്ധ ഖുർആനിലെ ആയത്ത്, ആ ആയത്ത് നുസൂലായതായ സൂറത്തുൽ മാഇദത്തെ ആ ആയത്ത് നുസൂലായതായ ആ നാലര വിഷയത്തിലായിട്ടിക്കറ് ആ യഹൂദിയായ മനുഷ്യ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബി തങ്ങ 4 ഉംറവും ഒരു ഹജ്ജുമായിട്ടിക്കറ് നബി തങ്ങ ആക്കിയത്. ആ 4 ഉംറത്തിൽ ഒരു ഉംറ പരിപൂർണമായിട്ടും ആക്കിയിട്ടില്ല. ഹുദൈബിയ ആ ജാഗയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയെടുത്തിട്ട് അവിടെ തഹല്ലുലായിട്ട് അങ്ങനെ അതൊരു ഉംറയായിട്ട് കൺസിഡർ ആക്കറ്. ഒരു ഹജ്ജുമായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയത്. ആ ഒരു ഹജ്ജിന്റെ പ്രത്യേകത എന്തേ? ആ ഹജ്ജിനെ ഓരോ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിരങ്ങളൊട്ടിಗೆ ചൊന്നോയിന്ത്, ഖുദൂ അന്നി മനാസിക്കക്കും, നിങ്ങളെ ഹജ്ജരെ ഇബാദത്ത് എന്തെല്ലാം ഹജ്ജിൽ എന്തെല്ലാം ആക്കണോ എന്തെല്ലാം ആക്കോ തീരാ, ഇതെല്ലാം ഞാൻ ആക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ പഠിക്കൊരു. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിട്ട് ഫൈന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ, കാരണം ഞാൻ
ചിലപ്പോൾ ഈ വർഷം കല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നാണ് നെക്സ്റ്റ് ഒരു ഹജ്ജാക്കുള്ളെങ്കത്തെ സാധ്യതയില്ല ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിരങ്ങൾട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചൊന്നു. അഥവാ ആ ഒരു ഹജ്ജരെ എല്ലാ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ വഫാത്തുമായി ബന്ധപ്പെട്ടെങ്കത്തെ സൂചന നബി തങ്ങ കൊടുത്തോ. പിന്നെ ഒരു ഹദീസിൽ നബി തങ്ങ ചൊന്തു, യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, ഇസ്മഉ മിന്നി, ദൈറ്റിക്ര ഹജ്ജര സന്ദർഭത്തിൽ അറഫത്തെ 4 ദുൽഹിജ്ജ ഒലിമ്പൊരണ്ട് ഉണ്ട്. മക്കത്തിൽ അറഫത്തിൽ മസ്ജിദു നമിറ അല്ലെങ്കിൽ മസ്ജിദു അറഫ, അറഫത്തെ പള്ളിയുള്ള ആ ഒരു ജാഗയിൽ നിന്നിട്ട് ആയിരക്കണക്കിന് വേണ്ട സ്വഹാബിമാരട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്കിയതായ അല്ലെങ്കിൽ 1,00,000 ബണ്ടതായ സ്വഹാബിമാരൊട്ടിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്കിയതായ ഖുതുബ, ആ ഖുതുബത്ത് കേട്ടിക്കറ് ഖുതുബത്തുൽ വിദാ ചൊന്തു ചരിത്രത്തിൽ അറിയപ്പെട്ടത്. വിദാ ചൊന്നെങ്കിൽ ഫെയർവെൽ ಅಥವಾ ವಿದಾಯ ಅಂತೆಲ್ಲ ನಂಗೆ ಚೊಲ್ಲ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തൊരൊട്ടിക ചൊല്ലകുള്ളേ പ്രധാനപ്പെട്ട വിഷയ ചൊന്നതായ ഒരു ഖുതുബൈട്ടിക്കറ് അല്ലെങ്കിൽ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവനത്തിലെ ലാസ്റ്റ് ടൈമിൽ ആക്കിയതായ ഒരു ഖുതുബൈട്ടിക്കറ് യഥാർത്ഥത്തിൽ ഈ ഖുതുബത്തുൽ വിദാ ചൊന്നെ. ആ ഖുതുബ നബി തങ്ങ തുടങ്ങരമ ഇങ്ങനെ ഇട്ടിക്കറ്, യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, ഇസ്മഉ മിന്നി, നിങ്ങ നാ ചൊല്ലത് കേൾക്കൂ. ഉബയ്യിനുലക്കും, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തണ്ട, അതെല്ലാം നിങ്ങൾ ചന്ത ശ്രദ്ധിച്ച് കേൾക്കൂ. കാരണം എന്തേ, ഫൈന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഞാൻ ഈ ಏನೊರು നെക്സ്റ്റ് ഇയർ ಏನೊರು സന്ദർഭത്തിൽ ಏನೊರ್ಕ അല്ലെങ്കിൽ ಬಂಡ ವರ್ಷ നിങ്ങളെ ഇതേ ജാഗയിൽ നക്ക് നിങ്ങളെ കണ്ടുമുട്ടുക സാധ്യയില്ല ಅಂತ ಬರು. ಅಥವಾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മരണ വഫാത്തിര വിഷയത്തിൽ അവിടെ ഒരു സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ടുണ്ടായിട്ടിക്കറ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക സാധ്യവർ. സഹോദരന്മാരെ, ആ ഖുതുബ പരിപൂർണമായിട്ടുമല്ല, അതിലെ ചില പ്രധാനപ്പെട്ട ഭാഗവും അതിൽ നമുക്ക് പഠിക്കുകയുള്ള കുറെ ലെസൺസുമായിട്ടിക്കറ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ആക്കുക നാണ് ഉദ്ദേശിച്ചത്. ഒന്നാമതായിട്ട് ആ ഖുതുബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനൗൺസ് ആക്കിയത് അല്ലെങ്കിൽ ചൊന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തേ നാണെന്ന് പാട്ട് ആ യഹൂദിയായ മനുഷ്യ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്ന ആ ആയത്തുണ്ടല്ലേ പവിത്ര ഖുർആൻ സൂറത്തു മാഇദര ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആ ആയത്ത് അല്ലാഹു നുസൂലാക്കിയത് ആ ഒരു നാളിലായിട്ടിക്കർ. അത് അറഫത്തിൽ ഖുതുബത്തിടൽ നബി തങ്ങ സ്വഹാബിരങ്ങളിട്ട് ചൊന്തു. എന്തൊരു ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അൽയൗം ഇതാ ഇണ്ടത്തെ നാല്, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളെ ദീനറെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നര അള്ളാഹു ചൊല്ലെ. വഅത്മംതു അലൈക്കും നിഅമതി, നന്റെ നിഅമത്തായ ഇസ്ലാമരെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നര. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമു ദീനരെ ഒരു ദീനായിട്ട് ഞാൻ നിങ്ങൾക്ക് തൃപ്തിയാക്കി തന്നര ചൊന്തു അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്ത് സ്വഹാബിരൻ കോതി കൊടുത്തു. ആ ആയത്ത് സ്വഹാബിരൻ കോതി കൊടുത്തൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിരങ്ങൾട്ട് ഒരു ക്വസ്റ്റ്യൻ കേക്കറ്. എന്തൊരു നബി തങ്ങ കേക്കറ്, ഹൽ ബല്ലഗ്തു, അള്ളാഹുടെ റസൂൽ കേക്കരുതാ ഈ ആയത്തിൽ അള്ളാഹു ചൊന്നുകൊണ്ട് അള്ളാഹുരെ ദീൻ പൂർത്തിയായിരു ചൊന്തു. അള്ളാഹുരെ ദീനരെ വിഷയല്ല അള്ളാഹു ചൊന്തന്നര ചൊന്തു ഈ ആയത്തിൽ ചൊന്നോ ഉണ്ടു. അള്ളാഹുടെ റസൂൽ കേക്കറെ, ആ അള്ളാഹു നക്ക് തന്നെ വഹിയിലൂടെ അള്ളാഹു നക്ക് ചൊന്നു തന്നതായ വിഷയെല്ലാം നാ നിങ്ങക്ക് എത്തുപാട്ടിറാണ്. സ്വഹാബിരങ്ങൾട്ട് കേക്കറെ, ഹൽ ബല്ലഗ്തു, സ്വഹാബിരങ്ങ ചൊന്നാറ്, ബലായ റസൂൽ അല്ലാഹ്, അള്ളാഹുടെ റസൂലെ അതെ, ആ ദീനരെ എല്ലാ വിഷയത്തെയും നിങ്ങൾ ഞങ്ങൾക്ക് ചൊന്തന്നറാറ്. അള്ളാഹുടെ റസൂൽ ആകാശത്തേക്ക് കൈ നീട്ടിട്ട് 3 വട്ടം ചൊന്ത, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ ആയിട്ടിക്കറ സാക്ഷി, ഈ ദീനരെ എല്ലാ വിഷയത്തെയും നാണക്ക് ചൊന്തു കൊടുത്തരാ ചൊല്ലേക്ക് ഇതാ ഈ സ്വഹാബിരങ് എല്ലാരും കൂടെ കൂടിയങ് എല്ലാരും ചൊന്നറാർ, നീ ആയിട്ടിക്കറதுக்கு സാക്ഷി ചൊന്തു അള്ളാഹുടെ റസൂൽ ചൊന്നതായി ആ ഒരു നാളിലായിട്ടിക്കറത് ചൊന്നത്. അങ്ങനെ മനസ്സിലാക്കണായത് ഇത് ഖുറാനിലെ ലാസ്റ്റ് ആയത്തല്ല ഇത്. ഇതിൽ പിന്നെയും ഖുറാനിൽ എന്തായി ആയത്ത് വേറെയും നുസൂലായിരുന്നു. മാത്ര ദീനര അടിസ്ഥാന ചൊല്ലത് ദീനര അടിസ്ഥാനപരമായ ഒരു വിഷയ നിസ്കാര നോമ്പ് അങ്ങനെ ഒരു പുതിയ ഇബാദത്താവട്ടു അല്ലെങ്കിൽ പുതിയ ഒരു ഹുക്കുമാവട്ടു പിന്നെ ഈ ആയത്ത് നുസൂലായാൽ പിന്നെ എന്തായിട്ടില്ല വന്നിട്ടില്ല. അപ്പൊ ഈ ആയത്ത് യഥാർത്ഥത്തിൽ ഞങ്ങളെ റായത്തിലെല്ലാം അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ക്ലാസ്സിലെല്ലാം ഞങ്ങൾ കേൾക്കറ
ബിദഅത്തുക്ക് വിരുദ്ധമായിട്ട്, ബിദഅത്താക്കിற ആൾമാർക്ക് വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ ദീനിൽ പുതിയ അമലരെ, ദീനിൽ പുതിയ പുതിയ ഇബാദത്തിനെ കൊമ്പണ്ട ആൾമാരെ വിഷയത്തിൽ ഞങ്ങൾ ഈ ആയത്ത് ഓതറാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ പിന്നെയും എന്തായാലും ഖുർആന്റെ ആയത്ത് നുസൂലായി, അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടിക്കോണം. ആയത്ത് നുസൂലായി മാത്ര പുതിയ ഒരു ഹുക്കും, ഒരു വിധി ഇസ്ലാമിലും ഈ ആയത്തിൽ പിന്നെ വന്നിട്ടില്ല. അല്ലെങ്കിൽ പുതിയ ഒരു ഇബാദത്ത, അല്ലെങ്കിൽ പുതിയ ഒരു വിരോധം, അങ്ങനത്തെ പുതിയ ദീനൊരു അടിസ്ഥാനപരമായ ഒരു വിഷയത്തിൽ പിന്നെ പുതിയത് വന്നിട്ടില്ലാണ്ടായിട്ടിക്കർ അവിടെ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. സഹോദരന്മാരെ, എന്തിരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്? മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ഒരു പലക്ക കാണാം. അയാൾ ചൊല്ലു, ആകാശത്തിൽ ഒരു പക്ഷി പാറി ഉണ്ടുണ്ട്. ആ പക്ഷി പാറുമ്പത്തുകു അതിൽ ഒരു ഇൽമുണ്ടുണ്ടായെങ്കിൽ, ആ പക്ഷിയിൽ ഒരു ഇൽമു നമുക്ക് പടിപ്പാട്ട് കൊണ്ടുണ്ടായെങ്കിൽ അതുപോലും പടിപ്പാട്ടിട്ടൈറ്റിക്കർ അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവ് ഒരു വഫാത്തായി പോയിരേണ്ട്. അഥവാ ഈ ദീനിൽ ചെറിയതും വലിയതുമായ ഹലാലും ഹറാമുമായ ഒരു വിഷയത്തെയും അള്ളാഹുടെ റസൂൽ പടിപ്പാട്ടാണ്ട് നമുക്ക് പോയിട്ടില്ല. നമുക്ക് കൂലി കിട്ടൂല്ലേ? എല്ലാ വിഷയത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടി തന്നത്. നമുക്ക് ശിക്ഷ കിട്ടേ എല്ലാ വിഷയത്തെയും അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിര് നമുക്ക് താക്കീതാക്കിര്. അതുകൊണ്ട് സ്വഹാബിരങ് അത് മനസ്സിലാക്കിട്ടിന്നാറ്. ഈ ദീനിലൊരു പുതിയ ഇബാദത്ത, ഈ ദീനിലൊരു പുതിയ അമല് കൊമ്പറയില്ല ചൊന്തു സ്വഹാബിരങ് ഗട്ടിയായിട്ട് ശരിയായിട്ട് ഗൊന്തിന്ത്. അതുകൊണ്ടായിട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമർ വഫാത്തിൽ പിന്നെ നബി തങ്ങളെ മദീനത്തെ പള്ളിയിൽ സ്വഹാബിരങ്ങ, അല്ലെങ്കിൽ സ്വഹാബിരങ്ങൾ ആ കാലത്തിൽ ഇന്ന് കുറെ ആൾമാർ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പുതിയ ഇബാദത്തിനെ അങ്ങ് കൊമ്പന്നാർ, അല്ലെങ്കിൽ ഒരു പുതിയ ഇബാദത്താക്കുക ഒരു പുതിയ രീതിരെ അങ്ങ് കൊമ്പന്നാർ. ഇതിന്റെ പള്ളിയിൽ എല്ലാവരും ഒട്ടിക വെച്ചിട്ട് കുറെ കല്ല് വെച്ചിട്ട് ഒരാള് കബ്ബീറു മിഅ, നിങ്ങൾ 100 തക്ബീർ ചൊല്ലറു. അപ്പൊ ഒട്ടികുള്ള ആൾമാരല്ല ആ കല്ല് ഇങ്ങനെ നിലത്തിട്ടിട്ട് 100 തസ്ബീഹ് ഇങ്ങനെ തക്ബീർ ചൊല്ലേ. അതേപോലെ 100 തസ്ബീഹ് ചൊല്ലും എല്ലാവരും ഇങ്ങനെ തസ്ബീഹ് ചൊല്ലേ. ഇത് സ്വഹാബിരങ്ങളെ കാലഘട്ടത്തിലേറ്റിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിലേറ്റിക്കർ ഈ ആയത്തിനെ മനസ്സിലാക്കിയ സബുലൈറ്റിക്കർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ പോയിട്ട് അങ്ങോട്ട് ചൊല്ലു, അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് നബിതങ്ങ ഇട്ടോ ഇന്ന ഡ്രസ്സ് അത് വെടക്കായിട്ടില്ല. അതേപോലെ നബിതങ്ങ യൂസ് ആക്കിയോ ഇന്ന് എന്നുള്ള പാത്ര ഇന്ത അതും അതുപോലെ ഉണ്ടു. ആ നബിതങ്ങളെ ദീനിൽ നിങ്ങൾ പുതിയത് കൊമ്പന്നാറാ ചൊത്ത അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ കേൾക്കരുത് നിങ്ങൾക്ക് കാണുക സാധ്യവും. എന്തിനാ അതിന്റെ അർത്ഥം? ഈ ദീനര വിഷയത്തിൽ സ്വഹാബിരങ്ങ മനസ്സിലാക്കിയത് അങ്ങനെ ഇട്ടിക്കർ. ഐഷ റളിയല്ലാഹു അൻഹ ചൊന്ന ഹദീസ് ഉണ്ടല്ലേ, അള്ളാഹുടെ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ, ആ ദീനിൽ ഒരാള് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മൻ അമില അമലൻ, ആ ദീനിൽ ഒരാൾ ഒരു അമലാക്കിയ, എന്ത് അമലുമാവട്ടെ, ലൈസ അലൈഹി അംറുനാ, അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപ്പാട്ടാത്ത, അള്ളാഹുടെ റസൂലിന്റെ കൽപ്പന ഇല്ലാത്ത ഒരു അമൽ, ഒരു പ്രവർത്തന ഈ ദീനിൽ ആക്കിയാറുണ്ടായെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് ഒരിക്കലും സ്വീകരിക്കേ ബാധ്യത മുസ്ലിംക്കില്ല. അതെത്ര നല്ലതായെങ്കിലും ശരി, അതെത്ര നല്ലതായെങ്കിലും ശരി. അത് കേട്ടിക്കർ ഇസ്ലാമിൽ ബിദ്അത്ത് ചൊല്ലി, അനാചാര നൂതനവാദ ചൊല്ലി ഇസ്ലാമിൽ ചൊല്ലത്. ഇത് കേട്ടിക്കർ അള്ളാഹുടെ റസൂൽ പടിപ്പാട്ടാത്ത ഒന്നു ഈ ദീനിൽ കൊമ്പണ്ടേ കേട്ടിക്കർ. അപ്പൊ ചില ആൾമാർ കേൾക്കാറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മൊബൈൽ ഇന്ത, നബിയുടെ കാലത്ത് പാൻറ് ഇന്ത, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മൈക്ക് ഇന്ത. ഇങ്ങനത്തെ ചമ്മ ക്വസ്റ്റ്യൻ ചില ആൾമാർ കേൾക്കാം. അവിടെ ഈ ഹദീസിലെ അള്ളാഹുടെ റസൂൽ എന്താക്കർ അതുക്കുള്ള ആൻസർ ഞങ്ങൾക്ക് ചൊന്നുണ്ട്. ഈ ഹദീസിൽ എന്താ ചൊന്നേ, മൻ അമില അമലൻ ലൈസ അലൈഹി, പിന്നെ ഈ ഹദീസിലെ പിന്നൊരു റിപ്പോർട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു, മൻ അഹ്ദസ ഫി അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹ്ദസ, ആരെങ്കിലും പുതിയത് കൊമ്പന്ന, ഫി അംറിനാ ഹാദാ, ഞങ്ങളെ ഈ ദീനിൽ. അപ്പൊ അവിടെ ബിദ്അത്ത് ചൊല്ലെ ഏത് വിഷയത്തിൽ? ദീനിൽ ഒരാൾ പുതിയ വിഷയം കൊമ്പണ്ടേറ്റിക്കൈറ്റിക്കർ എന്തിനു ചൊല്ലേ? ബിദ്അത്ത് ചൊല്ലെ. ദുനിയാവുടെ വിഷയമല്ല. ദുനിയാവ് ടെക്നോളജി ബറുമ്പത്തും പല രൂപത്തിലും പലതും വരും. പാൻറ്റും ഡ്രസ്സും എല്ലാം വേറെ വേറെ രൂപത്തിൽ വരും. അത് ദീനുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള വിഷയമല്ല. ഇവിടെ ദീനിന്റെ വിഷയമായിട്ടിക്കർ ഒരാൾ 2 റക്അത്ത് പുതിയ നിസ്കാരം കൊമ്പന്നിട്ട്, 2 റക്അത്തുള്ള ഫജ്ർ നിസ്കാരത്തെ ഒരാൾ 3 ആക്കിത്ത്, അത് ദീനിൽ പുതിയത് കൊമ്പണ്ടേറ്റിക്കർ. ഫജ്ർ നിസ്കാരത്തിൽ ഫജ്റിന്റെ ഫർളുക്ക് മുന്നിലുള്ള സുന്നത്തിനെ ഫജ്റിൽ പിന്നാക്കിത്ത്, അത് ദീനിൽ കൊമ്പണ്ട ബിദ്അത്തായിട്ടിക്കർ.
അള്ളാഹുടെ റസൂൽ പഠിപ്പാട്ടാത്ത ഒരു പുതിയ ദിക്ർ ചൊന്നിട്ടു ഇത് 100 പട്ട ചൊന്നെങ്കിൽ നിങ്ങൾക്ക് കൂലിയുണ്ട് അയാൾ ചൊന്തു. അത് ദീനിൽ പുതിയത് കൊമ്പണ്ടത് ഇട്ടിക്കർ. അപ്പൊ ദീനിൽ പുതിയത് കൊമ്പെന്നെങ്ക ഇട്ടിക്കർ അതിക്ക് വിദഅത്ത് ഉണ്ട് ചൊല്ലേ. ആ വിദഅത്ത് എന്താവില്ല, അത് ഇസ്ലാമുമായിട്ട് ബന്ധയിൽ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു വലിയ താബിഈ പണ്ഡിത ഇട്ടിക്കർ, ഒരു മദ്ഹബിലെ ഇമാമ ഇട്ടിക്കർ. ആ മദ്ഹബിലെ ഇമാമായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്ന പലക്ക ചില ആൾമാർ ഇങ്ങനത്തെ ചില ബിദഅത്തിനെ എതിർക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാചരണ അങ്ങനത്തെതെല്ലാം എതിർക്കുമ്പോൾ ചില ആൾമാർ ചൊല്ലാറ് ഇത് നല്ല ബിദഅത്ത് ഇട്ടിക്കർ. അപ്പൊ അങ്ങനെ ദീനിൽ 2 ബിദഅത്തുണ്ടു, നല്ല ബിദഅത്തും വേണ്ടാത്ത ബിദഅത്തും, അങ്ങനെ 2 ഉണ്ട്. അപ്പൊ നല്ല ബിദഅത്ത് ആക്കിയെങ്കിൽ പ്രോബ്ലം ഇല്ലാണ്ട് ഇട്ടിക്കർ ചില ആൾമാർ ചൊല്ലുന്നത്. മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ല പലക്ക മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ, ഒരാൾ ഇസ്ലാമിലു ഒരു പുതിയ വിഷയത്തെ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടാത്ത സ്വഹാബിരങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ വിഷയത്തെ ഒരാൾ ദീനിൽ കൊണ്ടുവന്ന് അയാൾ എന്താക്കറ് യറാഹ ഹസനത്തൻ, അതിനെ ഹസനത്തായിട്ട് നല്ലത് ചൊന്തവണ് വിചാരിച്ചോള്ള. ദീനിലൊരു പുതിയതായിട്ട് അയാൾ കൊണ്ടുവന്നത് മാത്രം അത് നല്ലത് ഉണ്ടവണ് ചൊന്നോല്ല. അള്ളാഹു റസൂൽ ചൊല്ലെ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാനർ റിസാല, അവൻ എന്തിനെ വാദിച്ചോല്ലേ, അവന് ചൊന്നവുള്ളത് കണക്കിൽ യഥാർത്ഥത്തിൽ റിയൽ അവന് ചൊന്നവുള്ളെന്തരെ അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനരെ നുബുവത്തിനെ എത്തുപാട്ട വിഷയത്തിൽ വഞ്ചന കാട്ടിയിട്ട് ചൊല്ലുന്ന പോലെ ഇട്ടിക്കുന്നത് ഉണ്ട്. കാരണം എന്തേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫത്തെ ഖുതുബത്തിൽ നാണ് ഓതിയ ആയത്ത് ഉണ്ട്, നിങ്ങളെ ദീനാണ് എനിക്ക് പൂർത്തിയാക്കി തന്നരാ ചൊല്ലുന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു. ആയെങ്കില ഇവിടെ ഉണ്ട് ആ നബി തങ്ങളെ വഫാത്തിൽ പിന്നെ ഒരു 600 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ബന്തി ചൊല്ലുടെ എന്തരെ റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനാചരണ ആക്കണം, ಅದಕ್ಕೆ കൂലി ഉണ്ടു. അത് അള്ളാഹുടെ റസൂൽ പഠിപ്പാട്ടിട്ടില്ല. അപ്പൊ ಅದರ ಅರ್ಥ ಇದು റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പാട്ടാണ്ട് പോയിരുണ്ടായിട്ടിക്കർ, ಅದರ ಅರ್ಥ. അപ്പൊ അത് ഗൗരവമുള്ള വിഷയം ഇട്ടിക്കർ. അപ്പൊ അറഫത്തെ ഖുതുബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നെ ഈ ഗൗരവമുള്ള വിഷയത്തെ ഞങ്ങളെല്ലാവരും പഠിച്ചു മനസ്സിലാക്കിട്ടിക്കോ. നോക്ക്, 2ത്തെ ഖുതുബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിത് വലഖദ് കറംനാ ബനി ആദം, നാണതാ ആദം സന്തതിര ആദമുര മക്കളെ എല്ലാരെയും നാണ് ഒരേപോലെ ആദരിച്ചിരാച്ചൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചൊന്ന ആയത്തിനെ വിശദീകരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിരങ്ങളുടെ ചൊന്തു ഇന്നി ഷഹിദു റസൂൽ, സ്വഹാബിരങ്ങളുടെ കേട്ടിട്ട് അയ്യു യൗമിൻ ഹാദാ, ഇത് 2ാമത്തെ ഒരു വിഷയട്ടിക്കർ. ഹുത്തുബ വിശാലമായ ഒരു ഹുത്തുബത്തെ പ്രധാനപ്പെട്ട ഒരു 4 പോയിന്റ് മാത്രമായിട്ടിക്കർ എന്നാണ് ഇണ്ട് ചൊല്ല ഉദ്ദേശിക്കുന്നത്. സ്വഹാബിരങ്ങളുടെ കേട്ടിട്ട് അയ്യു യൗമിൻ ഹാദാ, ഇന്നത്തെ 4 പ്രത്യേകത എന്തൊരു, ഇത് ഏത് 4? സ്വഹാബിരങ്ങൾ ചൊന്നാറ് യൗമുൻ നഹർ, ഇത് പിന്നെ അറഫത്തെ 4 ഇട്ടിക്കർ, അല്ലെങ്കിൽ അത് പെരുന്നാളിന്റെ 4 ഇട്ടിക്കർ, ദുൽഹിജ്ജ 10 ഇട്ടിക്കർ. അത് 2 അഭിപ്രായമുണ്ട്. ദുൽഹിജ്ജ ഒലിമ്പക 10 2 ഹദീസിൽ 2 രൂപത്തിൽ വന്നു. സ്വഹാബിര ബദലെ കേട്ടിട്ട് ഫഅയ്യു ഷഹ്റിൻ ഹാദാ, ഇത് ഏത് തിങ്കളെ ഇട്ടിക്കർ? സ്വഹാബിരങ്ങ ചൊന്നാർ ഇത് ഇന്ന തിങ്കളെ ഇട്ടിക്കർ. പിന്നെ കേട്ടിട്ട് അയ്യു ബലദിൻ ഹാദാ, ഇത് ഏത് റായ ഇട്ടിക്കർ? സ്വഹാബിരങ്ങ അതുക്കും ആൻസർ ആക്കിയാർ ഇത് ബലദുൽ ഹറാം, ഇത് അള്ളാഹുരെ പവിത്രമാക്കപ്പെട്ട മക്ക ഇട്ടിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പിന്നെ ചൊന്തു, അതായത് പവിത്രമായ 3 വിഷയ, ഒന്ന് പവിത്രമായ റായ, പവിത്രമായ 4, പവിത്രമായ തിങ്കൾ. ഈ 3 മുന്നിൽ വെച്ചിട്ട് അള്ളാഹുടെ റസൂൽ ചൊന്തു ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ. ഇതൊരു ഭയങ്കര ഭയാനകമായ ഒരു അനൗൺസ്മെന്റ് ആക്കിയിട്ട് അള്ളാഹുടെ റസൂൽ ആക്കിയത്. ഫൈന ദിമാഅക്കും, നിങ്ങളെ ബ്ലഡ്, നിങ്ങളെ രക്ത, വ അംവാലക്കും, നിങ്ങളെ സമ്പത്ത്, വ അഅറാദക്കും, അതേപോലെ നിങ്ങളെ അഭിമാന, ഇത് 3 ഹറാമുൻ അലൈക്കും, പരസ്പരം നിങ്ങൾക്ക് ഹറാമായിട്ടിക്കർ. ഒരാളുടെ സമ്പത്തിനെ അന്യായമായിട്ട് എടുക്കരുത്, അവൻ്റെ പിന്നൊരു മുസ്ലിമായ സഹോദരക്ക് ഹറാമായിട്ടിക്കർ. ഒരാളുടെ അറാദ്, അവൻ്റെ അഭിമാനത്തെ പിന്നൊരു മുസ്ലിമായ സഹോദരക്ക് അവൻ്റെ അഭിമാനത്തെ അവൻ്റെ പിന്നെ അഭിമാനത്തെ ഇല്ലാണ്ടാക്കരുത് മുസ്ലിമായ സഹോദരക്ക് ഹറാമായിട്ടിക്കർ. അതേപോലെ അവൻ്റെ രക്തവും ഏതുപോലെ കഹുറുമത്തി യൗമിക്കും ഹാദ, ഇണ്ടത്തെ 4 നിങ്ങൾക്ക് എത്ര പ്രാധാന്യം ഉണ്ട് അത്രയും പ്രാധാന്യം ഉള്ളതായിട്ടിക്കർ, അത്രയും പവിത്രമായിട്ടിക്കർ. ഫീ ബലദിക്കും ഹാദ, ഈ റായ മക്ക റായ ഉണ്ടല്ലേ, ഈ റായത്താൻറ്റിയും മുസ്ലിമായ നിങ്ങളെ സഹോദരയുടെ രക്തവും അവൻ്റെ സമ്പത്തും അവൻ്റെ അഭിമാനം, അത് 3 നിങ്ങൾക്ക് ഹറാമായിട്ടിക്കർ, പവിത്രമായിട്ടിക്കർ. ഏത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അത് സ്വഹാബിരങ്ങൾക്ക് പടിപ്പാട്ടി കൊടുത്തു. ഇത് എന്തൊരു വിഷയത്തിലേറ്റിക്കു ചൊന്നുള്ളേ? ഇത് ഒരു മുസ്ലിമായ സഹോദരയുടെ അഭിമാനം, അവൻ്റെ സമ്പത്ത്, ബ്ലഡ്, അത് ഓൾറെഡി വേറെ ഒരു വിഷയത്തിക്കറ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എനിക്കത്തെ ഒരു വിഷയം, ആവശ്യമില്ലാത്ത ഞങ്ങൾ സാഹചര്യത്തിൽ ആവശ്യമില്ലാത്ത വിഷയം. ഇവിടെ ഈ രണ്ട് വിഷയം വളരെ പ്രധാനമുള്ള വിഷയം. ഒരു മുസ്ലിമായ സഹോദരയുടെ സമ്പത്തും ഒരു മുസ്ലിമായ സഹോദരയുടെ അഭിമാനവും. നോക്കൂ, അള്ളാഹുടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞാല് കാബത്തെ കാട്ടിട്ട് സ്വഹാബിരങ്ങൾട്ട് അയാളുടെ സ്റ്റുഡൻസ് ഇട്ട അയാളുടെ വിദ്യാർത്ഥിമാരിട്ട് ഒരു നാല് ചൊന്തു, ഈ കാബ ഉണ്ടല്ലേ, ഈ കാബ ഭയങ്കര പവിത്രമായതായിട്ടിക്കറ് കാബ. സ്വാഭാവികമായിട്ടും കാബത്ത് എത്ര പ്രാധാന്യത്തുണ്ട്, എത്ര പവിത്രത്തുണ്ട്. ആ കാബത്തെ ഒരാൾ പൊലിക്കൊക്കെ വന്നെങ്കിൽ ഞങ്ങളെ ഒരു അയാളുടെ വിഷയത്തിലുള്ള ഞങ്ങളെ ഒരു മാനസികമായിട്ട് അയാളിട്ട് ഞങ്ങളെ ഒരു ബിയാറെ എങ്ങനെക്കും, അത്രയും പവിത്രമായതായിട്ടിക്കറ് ഞങ്ങൾക്ക് കാബല്ലേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊന്തു, ഈ കാബത്താൻ്റെയും പ്രാധാന്യം ഉണ്ട് ഒരു മുസ്ലിമുരെ അഭിമാനത്തുക്ക്. ഒരു മുസ്ലിമുരെ പിന്നെ ഗൊന്തೈತല്ലേ ಅಭಿಮಾನ ಚೊಂದಿಟ್ಟೆ. ഒരു മുസ്ലിമರ ಅಭಿಮಾನத்துக்கு ಈ ಕಾಬತ್ತಾಂಟಿയും പ്രാധാന്യം ഉണ്ട് ചൊത്തി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊന്തു. കാബ തങ്ങ എത്ര പ്രാധാന്യത്തോടെ കാണ്ട ആയെങ്കില ഒരു മുസ്ലിമരെ ഗീബത്ത് ചൊല്ലിന്റെ വിഷയത്തിൽ, ഒരു മുസ്ലിമരെ നമീമത്ത് ചൊല്ലിന്റെ വിഷയത്തിൽ, അവൻ്റെ വിഷയത്തിൽ ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും പ്രാധാന്യത്തിൽ കാണ്ടമാ, ഞങ്ങൾ ആരെങ്കിലും ഗൗരവത്തിൽ കാണ്ടമാ? ഒരിക്കലുമില്ല. ഇത് ഹദീസിൽ 3 വിഷയം ചൊന്തല്ലേ, കൊല്ലുരെ, അതേപോലെ അവൻ്റെ അഭിമാനവും അവൻ്റെ സമ്പത്തും. ചിലപ്പോൾ ഒരു മുസ്ലിമായ സഹോദരയുടെ ആരെങ്കിലും അവൻ്റെ ബ്ലഡ്, അവൻ്റെ ചോരരെ ബൂൽപ്പാട്ടി ആരെങ്കിലും ഉള്ളാറാക്കിയിട്ടെങ്കിൽ ചിലപ്പോൾ ആരോപിക്കല. അത് ഭയങ്കര തപ്പായിട്ട് ഞങ്ങൾ കാണ്ട, ഒരാളെ കൊല്ലുറുതല്ല. അതേപോലെ സമ്പത്തും അൽഹംദുലില്ലാ അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് അതും യാരത്തിൽ ശ്രദ്ധിക്കുന്ന ആൾമാരായിട്ടിക്കുള്ളത്. ആയെങ്കിൽ ഞങ്ങൾക്ക് ഗൊന്തില്ലാണ്ട് ഒരു മുസ്ലിമായ സഹോദരരുടെ സമ്പത്തിൽ ഇടപെടുന്ന കുറേ മേഖലകളുണ്ട്. അത് പിന്നെ ഒരു വിഷയമായിട്ടിക്കറ്. ആയെങ്കിൽ അതും ഞങ്ങത്തിൽ ജാഗ്രതയിൽ ഒരാളുടെ പൈസ പോയിട്ട് കക്കറ് ഒരു വലിയ ഗൗരവത്തിൽ ഞങ്ങൾ കാണ്ട. ആയെങ്കിൽ അതിരെ ഒട്ടികമേ അള്ളാഹുടെ റസൂൽ ചൊന്ന വിഷയ അവൻ്റെ അഭിമാന, അവൻ്റെ അഭിമാനം, അവൻ്റെ പേഴ്സണലായിട്ടുള്ള എനിക്കത്തെ, അവൻ്റെ പർത്ത് ഞങ്ങൾ ചൊല്ലകു തീരാത്ത എനിക്കത്തെ, അവനക്ക് ഇഷ്ടമില്ലാത്ത എനിക്കത്തെ, അല്ലെങ്കിൽ അവൻ്റെ അഭിമാനത്തെ ഇല്ലാണ്ടാക്കറ എനിക്കത്തെ വിഷയ. ഈ സമ്പത്ത് റൊട്ടികയും ബ്ലഡ് റൊട്ടികയും നബി തങ്ങ ആഡാക്കി ചൊന്നെങ്കിത്തെ ഒന്നേ ടിക്കർ. അത് എന്തുകൊണ്ടിട്ട് ഞങ്ങൾ ഗൗരവത്തിൽ കാണില്ല സഹോദരന്മാരാ? ഒരു മുസ്ലിമായ സഹോദരയുടെ ഗീബത്ത് നാണ് ചൊന്നിട്ടേ ഇല്ലാണ്ട് ആർക്ക് ചൊല്ലുക സാധ്യമുണ്ട്? അപ്പം അത് ഭാരി ഗൗരവമുള്ളതായ ഒരു വിഷയട്ടിക്കർ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ പഠിപ്പാട്ടത്. നോക്കൊരു പവിത്ര ഖുർആനിൽ 2 സൂറത്ത് വൈല് ചൊല്ലിന്റെ പദത്തിൽ പ്രാരംഭമായ 2 സൂറത്ത് ഖുർആനിലുണ്ട്. വൈല് ചൊന്നിട്ടെങ്കിൽ നാശ ചൊന്നിട്ടിക്കർ അതിൻ്റെ അർത്ഥം. അതിരെ തഫ്സീറിൽ പണ്ഡിതന്മാർ ഉലമാക്കന്മാർ ചൊന്നാറ് ഖുർആനിൽ എവിടെയുള്ള വൈല് വന്നിറ അതിരെ അർത്ഥ അങ്ക് നരകത്തിലൊരു പ്രത്യേകമായ ജാഗ ഉണ്ട്. നരകത്തിലൊരു വൈല് ചൊല്ലിക്കത്തെ ഒരു ജാഗ ഉണ്ട്. അത് 2 ഗുഡ്ഡര നടുവിലും ഒരു വാലിയേറ്റിക്കರು ആ ഒരു ജാഗ. ആ ജാഗര പ്രത്യേകത, ആ ജാഗര പേര് വൈലുണ്ടായിട്ടിക്കರು. ಅಥವಾ ഈ ഖുർആനിൽ എവിടെയുള്ള വൈല് വന്നിറ ആ വൈല് വന്നൽ പിന്നെ അത് ആരെ വിഷയത്തിൽ ചൊല്ലിട്ട് അങ്ങ് നരകത്തിൽ ആ ജാഗയിലിട്ടിക്കറ അങ്ങനെ ജാഗ നരകത്തിലിട്ട്. സുബ്ഹാനല്ലാഹ്. ആ വൈല് ചൊല്ലിന്റെ പദം, നാശ ചൊല്ലിന്റെ പദത്തിൽ ഖുർആനിൽ 2 സൂറത്ത് പ്രാരംഭമായിരു. ഏതല്ല സൂറത്ത്? ആർക്ക് ചൊല്ലോ സാധ്യത? മക്ക ചൊല്ലോർന്നൊക്കെ വൈല് ചൊന്ന പദത്തിൽ വേർഡിൽ സ്റ്റാർട്ടായ ഖുർആന്റെ 2 സൂറത്ത്. ഫസ്റ്റ് പിന്നെ നെക്സ്റ്റ് പിന്നെ വൈലുൽ മുത്തഫിഫീൻ 2 സൂറത്ത്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസവും പിന്നെ വൈലുല്ലിൽ മുത്തഫിഫീൻ 2 സൂറത്ത് മാത്രം വൈലു കൊണ്ട് തുടങ്ങി. ഈ 2 സൂറത്തിന് പ്രത്യേകത എതിരെ ಗೊತ್ತುಂಡ? വൈലുല്ലിൽ മുത്തഫിഫീൻ ചൊല്ലത് അത് ഈ തൂക്കര വിഷയത്തിൽ അഥവാ പിന്നെ സാമണ കൊടുക്കുന്ന സന്ദർഭത്തിൽ തൂക്കര വിഷയത്തിൽ ഏറെ കുറച്ച് ആക്കിற ആൾമാരെ വിഷയത്തിലേട്ടിക്കിற സൂറത്ത്, അഥവാ ഒരു മുസ്ലിമരെ സമ്പത്തിനെ ലൂട്ടിയാക്കിற ആൾമാരെ വിഷയത്തിലേട്ടിക്കിற ആ സൂറത്തിൽ അള്ളാഹു വൈല് ചൊന്നത്. ആ സൂറത്തിൽ അള്ളാഹു തുടങ്ങിയത് വൈലുള്ളി കുല്ലി ഹുമസത്തിൽ ലുമസ. ആ വൈൽ, ആ നാശ ആറുള്ളത് അതും ഒരു മുസ്ലിമായ സഹോദരയുടെ അഭിമാനത്തെ, അവൻ്റെ ഗീബത്തും നമീമത്തും ചൊന്ന് അവൻ്റെ അഭിമാനത്തെ ഇല്ലാണ്ടാക്കിറങ്ങുന്ന വിഷയത്തിലേട്ടിക്കിற ആ സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയത്. നോക്കൊരു എത്ര ഗൗരവം ഉണ്ട് ആ വിഷയത്തിൽ. ഖുർആനിൽ ആ നാശ ചൊല്ലിന്റെ പദത്തിൽ തുടങ്ങിയ 2 സൂറത്ത്.
ആ രണ്ട് സൂറത്തും ഒരു മുസ്ലിമായ സഹോദരവുമായി ബന്ധപ്പെട്ടത് ടിക്കർ. ഒന്നവന്റെ സമ്പത്തിനെ വിഷയത്തിൽ ഇടപെടുറങ്ങും, രണ്ടവന്റെ അഭിമാനത്തെ വിഷയത്തിൽ ഇടപെടുற വിഷയത്തിലുമായി ടിക്കർ. അപ്പൊ ഈ വിഷയ ഭാരി ഗൗരവമുള്ള വിഷയ ടിക്കർ. ഞങ്ങൾ ഒരിക്കലും ഇതിനെ സിമ്പിളായിട്ട് കാണുകുത്തീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഗൗരവത്തെ സ്വഹാബിരങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോ സ്വഹാബിരങ്ങ കേട്ടാറല്ലേ, അള്ളാഹുടെ റസൂലെ നബി തങ്ങ ചൊന്തു ഗീബത്ത് ചൊന്നിട്ടായെങ്കിൽ ദിക്റുക അഖാക ബിമാ യക്റഹ്, അവനുക്ക് ഇഷ്ടമില്ലാത്തത് നിന്റെ സഹോദരന്റെ വിഷയത്തിൽ നീ ചൊല്ലതായിട്ടിക്കർ ഗീബത്ത് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു. സ്വഹാബിരങ്ങ കേട്ടാറ്, അള്ളാഹു റസൂലെ നാണ് അവന്റെ വിഷയത്തിൽ ചൊല്ലത് അവന്റെ ഉള്ള ഒരു സ്വഭാവം നാ ചൊന്നിട്ടായെങ്കിൽ അത് പ്രോബ്ലം ആവിടാണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങൾട്ട് ചൊന്തു ഫഖദ് അതൈട്ടിക്കർ, നീന് ഇൻകുത്ത കുൽത്തുഹു, നീ അവണ്ടട്ട ഇന്നത് ചൊന്നെങ്കിൽ അത് ഗീബത്തൈട്ടിക്കർ. അവന്റെ ഇന്നത്, അവന്റെ സ്വഭാവം, അവന്റെ ഇന്ന വിഷയം അവനക്ക് ഇഷ്ടമില്ലാത്തത് നാ വേറെ ഒരാളുടെ അവനില്ലാത്ത സന്ദർഭത്തിൽ ചൊല്ലത് ഗീബത്തൈട്ടിക്കർ ചൊന്തു. ഈ ഹദീസിനെ വിശദീകരിக்கிறവിടെ ഉലമാക്കന്മാർ ചൊല്ലത് കാണാം. ഗീബത്തിൽ എന്തിനുള്ള പേട്ടർ, ഒരു മുസ്ലിമായ സഹോദരയുടെ ഡയറക്റ്റ് അവന്റെ എന്തെങ്കിലും ഒരു വിഷയം ചൊല്ലത്, അവന്റെ സ്വഭാവത്തെ വിഷയത്തിൽ വിമർശനാക്കരുത്, അവന്റെ പ്രത്യേകമായ ചില വസുഫിക്കും, അവന്റെ നടത്ത, അതല്ലെങ്കിൽ അവന്റെ താടി, അവന്റെ മുഖ, അങ്ങനെ എന്തുമാവും. അതേപോലെ മാത്രമല്ല അവന്റെ മക്കളെ വിഷയത്തിൽ ചൊല്ലത്, അതല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ഒരു വാഹനം ഉണ്ട്, അവന്റെ വാഹനത്തെ വിഷയത്തിൽ അവനക്ക് ഇഷ്ടമില്ലാത്തത് അങ്ങ് ചൊല്ലത്, അതുപോലും എന്തിലും പെട്ടു ഗീബത്തിൽ പെട്ടിട്ടുണ്ടായിട്ടിക്കർ ഉലമാക്കന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ട്. ഒരാളുടെ വാഹനത്തെ വിഷയത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് ചൊല്ലത് എന്തരായിട്ട് അത് ഗീബത്തൈത്ത്, അയാൾ ഇല്ലാത്ത സന്ദർഭത്തിൽ ചൊന്നെങ്കിൽ അത് ഗീബത്തൈറ്റിക്കർ. അത് മാത്രമല്ല ഒരാളുടെ ഗീബത്ത് ഞങ്ങൾ നാവ് കൊണ്ട് ചൊല്ലണുണ്ടില്ല, കണ്ണുകൊണ്ട് ഞങ്ങൾ അവനക്ക് ഇഷ്ടമില്ലാത്ത ചില സൂചന ഒരാൾ ഇക്കുമ്പത്തുകു ചൊല്ലണ്ട അങ്ങനെയുള്ള ചൊല്ലുകു ഞങ്ങൾ കണ്ണുകൊണ്ട് ചില എന്തരാക്കറ, ചില സൂചന, ചില ഇഷാറ ഞങ്ങൾ ആക്കറ. അതുപോലും ഗീബത്തിൽ പെട്ടിട്ടുണ്ടായിട്ടിക്കർ ഉലമാക്കന്മാർ ചൊന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, ഇനി അവനുള്ളിൽ ഇല്ലാത്ത ഒരു വിഷയത്തെ നിങ്ങൾ ചൊല്ലാറുണ്ടായെങ്കിൽ അത് ഗീബത്തല്ല, അതിരാണ്ടി യാറ ഫഖദ് ഇത്തഹംതഹു, അത് തുഹമത്തൈട്ടിക്കർ, അത് കളവ് ചൊന്നതായിട്ടിക്കർ ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചൊല്ലത് ഞങ്ങൾ കാണും സാധ്യം. അപ്പൊ ഗീബത്ത് ചൊല്ലത് ഭാരീ ഗൗരവത്തിൽ ഞങ്ങൾ കാണണായ ഞങ്ങളെ പലക്കത്തിലും ഉണ്ട്. സോഷ്യൽ മീഡിയത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ സ്പ്രെഡാക്കുന്നതും ഞങ്ങൾ ചൊല്ലതുമായ ഓരോ വിഷയവും അത് ഗൗരവമായിട്ടിക്കർ. മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ല ഒരു പലക്ക കാണാം. അയാൾ ചൊല്ലു, നാണ് നന്റെ നാവ് കൊണ്ട് ചൊന്ന ഓരോ പലക്കവും, അതേപോലെ നന്റെ അവയവ കൊണ്ട് നാണാക്കിയ ഓരോ പ്രവർത്തനവും, അതുക്ക് നാണ് ഫഖദ് അഅദത്തു ലഹാ ജവാബൻ ഇൻദല്ലാഹി തആല, നാ ചൊന്ന ഓരോന്നുകും അല്ലാഹുരെ മുട്ട ചൊല്ലുള്ള ഒരു ജവാബ് നാണ് റെഡിയാക്കിരാണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു പലക്കത്ത് നോക്കൂ നിങ്ങൾ. നാണ് നന്റെ നാവ് കൊണ്ട് ചൊന്ന ഓരോ പലക്കത്തുകും, നന്റെ ശരീര കൊണ്ട് നാണാക്കിയ ഓരോ പ്രവർത്തനത്തുകും നാളെ അള്ളാഹു ഇത് നീന് എന്തുക ആക്കിരേണ്ടി കേട്ടെങ്കിൽ, ഇത് എന്തുക നീന് ചൊന്നരേണ്ടി കേട്ടെങ്കിൽ അതൊക്കൊരു ജവാബ് നാണ് എന്താക്കിര റെഡിയാക്കി വെച്ചിരാണ്ട്. സുബ്ഹാനല്ലാഹ്, ഉണ്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാം യൂസ് ആക്കിற ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെന്തും ഒരു ബലയുമില്ലാണ്ട് പോയി ചൊല്ലതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതിനെ ഞങ്ങൾ ഗൗരവത്തിൽ കാണുന്നു ചുന്തേട്ടിക്കർ നക്ക് നിങ്ങളുടെ നെനപ്പാക്കുള്ളത്. എങ്കിൽ ആ ഗീബത്ത് അനുവദിച്ചതായ ചില സന്ദർഭം ഉണ്ട്. ഒരാള് പിന്നെ ആക്കിറതായ തപ്പും അത് സമുദായത്തിന് ചൊന്തു കൊടുക്കണം, ആൾമാർക്ക് എത്തുപാട്ടി കൊടുക്കണം. കാരണം അയാളുടെ ആ ഫിത്തനൽ, ആ ഫസാദിൽ ആൾമാരുള്ള ബൂന്നു പോണക്ക് ചാൻസ് ഉണ്ട്. അപ്പം ആ സന്ദർഭത്തിൽ അയാളുടെ ഫിത്തന ആൾമാർക്ക് എന്താക്കുക, ഞങ്ങൾ ചൊന്തു കൊടുക്കത ഇയാൾ ഇങ്ങനെയുള്ള ഒരു ഫിത്തനാക്കിയുള്ള, അല്ലെങ്കിൽ ഷിർക്ക് പ്രചരിപ്പിച്ചോ ഉള്ളാൽ, ബിദഅത്ത് പ്രചരിപ്പിച്ചോ ഉള്ളാൽ, ഖുറാഫാത്ത് പ്രചരിപ്പിച്ചോ ഉള്ളാൽ, കളവ് പ്രചരിപ്പിച്ചോ ഉള്ളാൽ. അപ്പം അതിന് ആൾമാർക്ക് പിന്നെ വാർണിംഗ് ആക്കുക, അത് ചൊല്ലതിൽ എന്തില്ല, തപ്പില്ല. അത് ചില സന്ദർഭത്തിൽ അനുവദനീയമായിട്ട് ചൊന്തു നബി സല്ലല്ലാഹു ഹദീസിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കൂ സാധ്യമാണ്. ഇതായിട്ടിക്കറ് രണ്ടാമത്തെ ഒരു വിഷയം ചൊല്ലത്. മൂന്നാമത്തെ വിഷയം നോക്കൊരു സഹോദരന്മാരാ, മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചൊല്ലത് അത് തൗഹീദായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത്. നബി തങ്ങൾ ചൊന്തു, അയ്യുഹന്നാസ് അൽമാര ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളെ റബ്ബു ഒന്നായിട്ടിക്കർ, വഇന്ന അബാക്കും വാഹിദ്, നിങ്ങളെ അബ്ബവും ഒന്നായിട്ടിക്കർ. ലാ ഫദ്ല ലി അറബിയിൻ അലാ അഅജമി, ഒരു അറബിക്കും അറബി അല്ലാത്തവനുക്കും ഒരു ഡിഫറൻസും ഇല്ല.
വലാലി അഅജമിയിൻ അലാ അറബി, അറബി അല്ലാത്തവനുಗೂ അറബിരാട്ടിയ അറബിಗೆ അറബി അല്ലാത്ത ഉണ്ടമ മേല യാതൊരു ഡിഫറൻസും ഇല്ല. വല അഹ്മറ അലാ അസ്വദ്, ചോന്നതും ബെൽത്തതും അഥവാ ചോന്നതും കറുപ്പും അഥവാ ബെൽത്തങ്ങും കറുത്തങ്ങും അതേപോലെ കറുത്തങ്ങളെ മേൽ ബെൽത്തങ്കും യാതൊരു വ്യത്യാസവും യാതൊരു ഡിഫറൻസും അല്ലാഹുര മുട്ട ഇല്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാണ്ട്. അപ്പം നങ്ങ എത്ര വലിയ പൈസക്കാരായെങ്കും, നങ്ങ എത്ര വലിയ ബിസിനസ്സിലുള്ള ആൾമാരായെങ്കും, നങ്ങൾക്ക് എത്ര വലിയ സൗകര്യ ദുനിയാവുൽ ഇന്നെങ്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുട്ട എല്ലാവരും ഒരേപോലെ ഇട്ടിക്കാറ് ഞങ്ങളെ തഖ്വത്തെ അടിസ്ഥാനത്തിലല്ലാണ്ട്. അപ്പോൾ പൈസ ഇന്ന ആൾമാർ, സമ്പത്തിൻ്റെ ആൾമാർ, ബിസിനസ്സിൻ്റെ ആൾമാർ, നല്ല പൊസിഷനിലുള്ള ആൾമാർ, ആ പൊസിഷനുക്ക് അനുസരിച്ച് ഞങ്ങൾ കിബർ കാട്ടുകുത്തീറ. അള്ളാഹു ഞങ്ങൾക്ക് നിഅമത്ത് തണ്ടത്തോളം ഞങ്ങൾ തവാദു ഞങ്ങൾ വിനയ കാട്ടിയോണ്ടേ ഇക്കൊണു. കാരണം എല്ലാ തന്നെ റബ്ബുകു ഏത് സന്ദർഭത്തിലും അത് തിരിച്ചെടുക്കുള്ളതായ പവർ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടു. ഞങ്ങളെ മുന്നൊരു വേണ്ടി എത്ര ഉദാഹരണമുണ്ട്. എത്രമാ വലിയ പൈസക്കാർ, കോട്ടിയാധിപതിയായ ആൾമാർ, എന്തുമില്ലാണ്ടായിപ്പോയെ എത്രമാ ഉദാഹരണ ചിലപ്പോൾ ഞങ്ങൾ വെച്ചിട്ടൊരു 5 മിനിറ്റ് ആലോചനാക്കി ഞങ്ങളുടെ മൈൻഡിക്ക് ബണ്ടത് എത്ര മൈക്കും. എന്തും വേണ്ട, നമുക്ക് എത്ര സമ്പത്തിനെങ്കും എത്ര വലിയ പൈസന്നെങ്കും ഒരു ഔത്തിലൊരു മാരകമായ ഒരു രോഗ ഒരാൾക്ക് വന്നെങ്കിൽ അവിടെ തീന്ത് പിന്നെ ആ സമ്പത്ത് കൊണ്ടിട്ട് ഫായ്ദയില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എത്ര സമ്പത്ത് തിന്നിട്ടും ഫായ്ദയില്ല, എത്ര കോട്ടി തിന്നിട്ടും എന്തിനാ ഫായ്ദ ഉണ്ടു? മര്യാദക്ക് ഫുഡ് തിന്നകാവില്ല. ഇന്ന ഫുഡ് ജ്യൂസാക്കിയിട്ട് കുടിക്കുന്ന ആൾമാർ ഒരു രോഗം വന്ന്, ചെറിയ രോഗം, അത് ചെറിയ രൂപത്തിൽ തുടങ്ങിയിട്ട് അത് മാരകമായി പോയി എത്ര ആൾമാരുണ്ട്. അതേപോലെ ക്യാൻസർ പോലെ ഉള്ള രോഗം, അതേപോലെ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത പോലത്തെ രോഗം അല്ലെ. ഒരു മരുന്നിക്ക് ഒരു രോഗം, ആ ഒരു മരുന്നിക്ക് 10 മില്യൺ കോട്ടിയെല്ലാം കൊടുക്കണായിക്കത്തെ മരുന്ന് ഞങ്ങൾ ന്യൂസിലുള്ള ഈ ടൈമിലെല്ലാം ഞങ്ങൾ യാര സോഷ്യൽ മീഡിയത്തിൽ കാണ്ടതേ ടിക്കർ. അപ്പം ഞങ്ങൾ എത്ര സമ്പത്ത് ഞങ്ങൾക്ക് കൊണ്ടു ചെന്നിട്ട് ഫായ്ദയില്ല. അത് ഇല്ലാണ്ടാക്കുക അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ തുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ. അള്ളാഹുവായിട്ടിക്കറ ഇസ്സത്ത് കൊടുക്കറോണു, ആ ഇസ്സത്തിനെ തിരിച്ചെടുക്കറോണും അള്ളാഹുവായിട്ടിക്കറ ബിയദിക്കൽ ഖൈർ. അള്ളാഹുവെ നിന്റെ കയ്യിലായിട്ടിക്കർ ഖൈറുള്ളത്. ഇത് യുദ്ധത്തെ വിഷയ സന്ദർഭത്തിലായിട്ടിക്കർ ആയത്ത് വന്നിരട്ടായെങ്കും എല്ലാ സന്ദർഭത്തിലും ഇത് ആപ്ലിക്കേബിൾ ആയിട്ടിക്കർ. അപ്പം അതുകൊണ്ടിട്ട് ഇവിടെ ചൊന്നതുപോലെ ഞങ്ങളെ റബ്ബൊന്നായിട്ടിക്കർ, ഞങ്ങളെ അബ്ബ ആദം അലൈഹിസ്സലാമായിട്ടിക്കർ. അതുകൊണ്ടിട്ട് പൈസക്കാര, പാവത്തവണു, ബെൽത്തവണു, കർത്തവണു, ഇങ്ങനെ ഒരു ഡിഫറൻസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുട്ടയില്ല. അള്ളാഹുര മുട്ട ഞങ്ങൾക്ക് ബല വേണ, ഞങ്ങൾ തഖ്വ കൊണ്ടിട്ട് അള്ളാഹുര മുട്ടാവൂ. ശ്രമിക്കണു ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫത്തെ ഖുതുബത്തിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നതായ വിഷയത്തിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫത്തെ ഖുതുബത്തിൽ വിശദീകരമായിട്ട് നെക്സ്റ്റ് ചൊത്തു, വഇന്ന കുല്ല ദമിൻ കാന ഫിൽ ജാഹിലിയ്യത്തി മൗദൂഅ്. ജാഹിലിയത്തിൽ ഇന്നതായ ഏതെല്ലാം അനാവശ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫത്തെ ഖുതുബത്തിൽ സ്പെഷ്യലി ചൊന്ന 2-3 വിഷയ. ജാഹിലിയത്തിൽ അറബിരങ്ങ കൊണ്ടു നടന്നതായ കുറേ സ്വഭാവയിന്ത്, ജാഹിലിയത്തിൽ അറബിരങ്ങ കൊണ്ടു നടന്നതായ കുറേ മാസിയത്തിന്ത്, കുറേ തപ്പിന്ത്, അതിന് നബി തങ്ങ എല്ലാത്തെയും എതിർത്തുകൊണ്ടു. ഫസ്റ്റ് ചൊന്തു അനാവശ്യമായ ജാഹിലിയത്തിലെ ബ്ലഡ്, വൈന്ന കുല്ല റിബൻ മൗദൂഉൻ, അതേപോലെ പിന്നെ ബഡ്ഡി ചൊല്ലത്, അങ്ങനെ ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു ചൊന്തു. അഥവാ ഈ ഹായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്സ്പ്ലെയിൻ ആക്കുന്നത് ജാഹിലിയത്തെ സ്വഭാവമായിട്ട് പരിചയപ്പെടുത്തിയതായ കുറേ വിഷയമുണ്ട്. അതിൻ്റെ വിഷയത്തിൽ ഒരു കിതാബ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എൽദിർ അൽ മസായിലുൽ ജാഹിലിയ ചൊന്തു. ജാഹിലിയത്തിൽ നിന്നതായ കുറേ സ്വഭാവം. അപ്പം അത് ആ ജാഹിലിയത്തിൽ നിന്നതായ സ്വഭാവത്തെയും ജാഹിലിയത്തെ പ്രവർത്തനത്തെയും നിങ്ങൾ വിട്ടുവിടണു ചൊന്ത് അള്ളാഹുടെ റസൂൽ അവിടെ അനൗൺസ് ആക്കി. അതിൽ നബി തങ്ങ ആ അറഫത്തെ ഖുതുബത്തിലായിട്ടിക്കറി യഥാർത്ഥത്തിൽ റിബ, ബഡ്ഡിരെ അള്ളാഹുടെ റസൂൽ അവിടെ ഹറാമാക്കുന്നത് ആ ഒരു അറഫത്തെ ഖുതുബത്തിൽ വെച്ചിട്ടായിട്ടിക്കറി ചൊന്തു ഞങ്ങൾക്ക് കാണുക സാധ്യമാണ്. ബഡ്ഡി ചൊല്ലത് എൻ്റെ മുസ്ലിം സമുദായ എല്ലാ രൂപത്തിലും അല്ലെ, ഒരു കാർ എടുக்கிறെങ്കിൽ, ഒരു ബൈക്ക് എടുக்கிறെങ്കിൽ, അവ കെട്ടുമ്പത്തുക്കു, ഒരു മൊബൈൽ എടുക്കുമ്പത്തുക്കു, എല്ലാ സന്ദർഭത്തിലും മുസ്ലിം സമുദായ ഇണ്ട് ബഡ്ഡിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ആ വിഷയത്തിൽ വലിയ ഗൗരവത്തിൽ ഞങ്ങൾ കാണണു.
അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തെ നമുക്ക് അവിടെ പടിപ്പാട്ടി തൻ്റെ തേട്ടിക്കർ. അപ്പം ഇങ്ങനെ അറഫത്തെ ഖുതുബത്തിൽ പ്രധാനമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപ്പാട്ടിയതായ വിഷയ ഇതെല്ലാം ഇട്ടിക്കർ. സഹോദരന്മാരെ, ಅದರ ഒട്ടികമേ ഈ അറഫത്തെ 4 ചൊല്ലದ ആ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹുരൊട്ടിಗೆ ആ യഹൂദിയായ മനുഷ്യ ചൊത്തല്ലേ ആ ചൊന്ന പോലെമേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അറഫത്തെ 4 ചൊല്ലത് വലിയ പ്രാധാന്യമുള്ള എനിക്കത്തെ ഒരു നാളായിട്ടിക്കർ. കഴിഞ്ഞ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട് 1-2 വിഷയത്തെ നാനിവിടെ ചൊന്തിന്നെ. ഈ ദുൽഹിജ്ജത്തെ 1 പിന്നെ ഉള്ള നാളെ യാറെ പ്രാധാന്യമുള്ള നാളായിട്ടിക്കർ. അതിലും അറഫത്തെ 4 ചൊല്ലത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതുപോലെ അണ്ടത്തെ 4 നോമ്പ്, അതേപോലെ അണ്ടത്തെ 4 പ്രത്യേകമായ ദുആ, അണ്ടത്തെ 4 പ്രത്യേകമായിട്ടും അള്ളാഹു ആൽമാരെ നരകത്തിൽ നിന്നിട്ട് മോചനാക്കറ ചൊല്ലത്. ഇതെല്ലാം അണ്ടത്തെ വലിയ പ്രാധാന്യത്തിൽ പെട്ടതായിട്ടിക്കർ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ മുന്നോട്ട് ആ അറഫത്തെ 4 ബറുമ്പത്തുകു അണ്ടത്തെ 4 പ്രാധാന്യത്തിൽ ഞങ്ങൾ കാണണം. ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ല ഒരു പലക്ക അറഫത്തെ 4 പ്രത്യേകത എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അണ്ടത്തെ 4 അറഫത്തിൽ കൂടിയ ആൽമാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മാഫാക്കി കൊടുക്കറ. അറഫത്തിൽ ഇന്ന് ആൽമാരെ അള്ളാഹു നരകത്തിൽ നിന്നിട്ട് മോചനാക്കറ. ഈ അറഫത്തിൽ നിന്നിട്ട് മോചനാക്കുന്നതും അതേപോലെ അറഫത്തിൽ ഉള്ള ആൽമാർക്ക് പിന്നെ അള്ളാഹു മാഫാക്കി കൊടുക്കുന്നതും ഇത് അങ്ക് മാത്രമല്ല, ലോകത്തുള്ള ഹജ്ജുക്ക് പോവാത്ത ആളുമാർക്കും അതിരെ കൂലി ഉണ്ടു, അല്ലെങ്കിൽ അതേ ഒരു സ്ഥാന അതേ ഒരു മഹത്വം ഉണ്ടു ചൊന്തയിട്ടിക്കറ് ഉലമാക്കന്മാർ ഞങ്ങൾക്ക് പടിപ്പാട്ടി തണ്ടത്. അണ്ടത്തെ ആ ദുആ ഖൈറു ദുആ ദുആ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അത് അറഫത്തണ്ടത്തെ ദുആ ആയിട്ടിക്കറ് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു. അത് ഞങ്ങൾക്കും അതിലുള്ളതായ അതിരെ ആ ഒരു പ്രാധാന്യത്തെ ഞങ്ങൾക്കും ഉണ്ടു. അതിരെ ഞങ്ങളും എന്തിനാക്കണു യൂസ് ആക്കണു ചൊന്തയിട്ടിക്കറ് കൂടെ നിങ്ങളുടെ ഞങ്ങൾക്ക് നെനപ്പാക്കുള്ളത്. അതിലും പ്രധാനമായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചൊല്ലത്തെ ആ ഒരു ദുആ ചൊല്ലത് അതിരെയും ഞങ്ങൾ പ്രാധാന്യത്തിൽ കാണണു. ആ നോമ്പ് ഒരിക്കലും ഇപ്പോൾ നോമ്പെല്ലാം എടുക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുള്ള ഞങ്ങൾക്കിക്കും ആയെങ്കില അത്രയും പ്രാധാന്യം ഉള്ളതായ അത്രയും കൂലി കിട്ടുകയും സാധ്യത ഉള്ളതായ ആ നോമ്പരെ ഒരിക്കലും ഞങ്ങൾ ചെറിയതായിട്ട് കാണുക തീര സഹോദരന്മാരെ. അതിരൊട്ടികമേ അറഫ 4 കല്ലിങ് ദുൽഹിജ്ജ 10 ചൊല്ലത് അത് മുസ്ലിംരക്ക് പെരുന്നാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഘോഷിക്കൽ ഇബാദത്താക്കിയ 2 നാളിൽ ഒരു നാളായിട്ടിക്കറ് വലിയ പെരുന്നാൾ നാളായിട്ടിക്കറ്. ആ ഒരു നാള് അതും സഹോദരന്മാരെ ഞങ്ങൾ പ്രാധാന്യത്തിൽ ഞങ്ങൾ കാണണം. ഞങ്ങൾ പ്രവാസിമാർ ഞങ്ങൾക്ക് ഫാമിലി ഇല്ല ചൊന്നിട്ടു സ്വബൈക്ക് പള്ളിക്ക് പോയി വന്ന് കിടന്നുറങ്ങറല്ല. അണ്ടത്തെ 4 അള്ളാഹു ആഘോഷിക്കൽ ഇബാദത്താക്കി തന്നെ നാളായിട്ടിക്കറ്. അത് ഞങ്ങളെ ദീനരെ ഭാഗമായിട്ടിക്കർ. അണ്ടത്തെ 4 ആഘോഷിക്കൂ ഞങ്ങൾ ശ്രമിക്കണു ചൊന്തയിട്ടിക്കർ. പ്രത്യേകമായിട്ടും കുറേ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപ്പാട്ടിയതായിട്ടുണ്ടു. പുതിയ ഏറ്റവും നല്ല ഡ്രസ്സ് ഇടണം, അതേപോലെ പെരുന്നാൾ 2 കുളിക്കരുത്, അതേപോലെ പെർഫ്യൂം യൂസ് ആക്കരുത്, അങ്ങനെ ഇസ്ലാമികമായ അങ്ങനെ കുറേ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപ്പാട്ടിത്ത്. അതിൽ പ്രത്യേകമായ എനിക്കത്തെ സുന്നത്തായിട്ടിക്കർ വലിയ പെരുന്നാൾ 2 പള്ളിക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾ എന്തും തിന്നാണ്ട് പോണു ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടിയതായ പ്രത്യേകമായ സുന്നത്തായിട്ടിക്കർ. അങ്ങനെ ഇട്ടിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിക്ക് പോയോണ്ടിന്ന വലിയ പെരുന്നാളുടെ പച്ചൊന്ത് നമുക്ക് ഹദീസിൽ കാണുക സാധ്യവരും. അപ്പം ആ വിഷയത്തെല്ലാം ഞങ്ങൾ പ്രാധാന്യത്തിൽ കാണണം. അതേപോലെ ഉദഹിയത്ത് അതിരെ വിഷയത്തിൽ ആലോചനാക്കാത്ത ആൾമാർ ഉള്ളാറിട്ടായെങ്കിൽ ആ വിഷയത്തിലും ഞങ്ങൾ ആലോചനാക്കണായിട്ടിക്കറ്. അതേപോലെ അറഫ ഖുതുബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാസ്റ്റിക്ക് ചൊന്നേ ഒരു വിഷയത്തെ ചൊന്നിട്ട് ഞാൻ എൻ്റെ പലക്കത്തെ വൈൻഡപ്പാക്കറ നോക്കൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറഫത്തെ 4 ചമ്മ വിഷയ എക്സ്പ്ലെയിൻ ആക്കിತ್ತು സുഹാബിരങ്ക്. ലാസ്റ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ ചൊന്തു ബല്ലിഗു അന്നി വലൗ ആയ. ഇനി നിങ്ങൾ എന്തിനാക്കണു? നാ ചൊന്നതല്ല നിങ്ങൾ കേട്ടാർ, നാ ചൊന്നതല്ല നിങ്ങൾ പഠിച്ചാർ, നാ നിങ്ങൾക്ക് ദീന് പരിപൂർണമായിട്ടും ചൊന്തന്നെ. ഇനി നിങ്ങൾ എന്താക്കറു? ബല്ലിഗു അന്നി വലൗ ആയ. നാ പടിപ്പാട്ടിയതിൽ നിന്നിട്ട് ഒരു ആയത്തെങ്കും നിങ്ങൾ പിന്നൊരാൾക്ക് നിങ്ങൾ എത്തുപാട്ടി കൊടുക്കറു. അവിടെ നിങ്ങൾക്ക് കാണ്ട് സ്വഹാബിരങ്ങ അങ്ങനെ വണ്ടരെ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടിന്നാറാ ആ ഭാഗത്തേക്ക് സ്വഹാബിരങ്ങ പോയാറുണ്ടല്ല ചില ചരിത്രത്തിൽ നമുക്ക് കാണുക സാധ്യവും. അഥവാ അണ്ട് അറഫത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ അത്രയും ആയിരക്കണക്കിന് ഒരു ലാക്കുത്തോളം സുഹാബിമാർ ഇന്നാറിട്ടായെങ്കും ഉണ്ട് മക്കത്തിലും മദീനത്തിലും ഞങ്ങൾ കൈകൊണ്ട് എണ്ണരക്കത്തെ 10,000 20,000 കീല് സ്വഹാബിമാരെ ഖബറായിട്ടിക്കറിയുണ്ട്. ഞങ്ങൾക്ക് മക്കത്തിലും മദീനത്തിലും കാണുക സാധ്യവർ. ബാക്കി സഹാബിമാരെ ഖബറോടുണ്ട്
അണ്ട് അറഫത്തിൽ ഒരുമിച്ച് കൂടിയതായ 1,00,000 സ്വഹാബിമാരെ ഖബറോടുണ്ടു. അങ്ങാ ദുനിയാ ഒരു വ്യത്യസ്തമായ ഭാഗത്തുക്ക് ഈ ദീനത്ത് പാട്ടുക്ക് സ്വഹാബിരങ്ങ് പോയാർ. ഓരോ ജാഗകും പോയാർ. മുആദ് ഇബ്നു ജബൽ യമൻ റളിയല്ലാഹു അൻഹു യമനുക്ക് പോയിട്ട് അങ്ങനെ ഓരോ സ്വഹാബിമാരും ഓരോ ജാഗകങ്ങളെ സ്വന്തം റായത്തെ വിട്ടിട്ടു ഈ ദീനത്ത് പാട്ടുകു അങ്ങ് പോയാർ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ അറഫ ഖുതുബത്തെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് ഇന്ന്. അപ്പൊ ഞങ്ങളെ ജീവനത്തിലും അതിലെ ഒരു ഭാഗം ഉണ്ടാവണു ചൊല്ലിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ദഅവത്താക്കുക വേണ്ടി എത്ര സൗകര്യം ഞങ്ങൾക്കുണ്ട്. ഓൺലൈനിലും അതേപോലെ സോഷ്യൽ മീഡിയത്തിലും ഞങ്ങൾക്ക് ദഅവത്താക്കാം. ഇവിടെ ഇതാ എല്ലാ വാരവും ക്ലാസ് ഇവിടെ നടന്നുകൊണ്ട് വേറെ ലാംഗ്വേജ് പലക്കപ്പര ആൾമാർ ഇവിടെ ഒരുമിച്ച് കൂടിയ ഇത്ര ആൾമാരെല്ലാം ഞങ്ങൾക്ക് ഗൊന്തുണ്ട്. ചെമ്മ ആൾമാരുള്ളാർ. ഞങ്ങളെ റൂമിൽ ചിലപ്പോൾ ഇക്കുവാറ്, ഞങ്ങളെ ನೇಬರ್ സൈറ്റ് ഞങ്ങൾക്ക് ഇക്കുവാറ്. ചിലപ്പോൾ ഒർക്കതാ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് ചൊന്ത് ഞങ്ങൾ ചൊന്തു കൊടുത്തെങ്കിൽ മയ്യാവും. ചിലപ്പോൾ കണ്ടിന്യൂസ് ക്ലാസ്സുക്ക് പണ്ട് ആൾമാർ ചിലപ്പോൾ ഇക്കുവാറ്. ഞങ്ങ ചൊല്ലുള്ളേ ഞങ്ങൾ ചിങ്കാക്കെങ്ക ನಾನು എത്ര ആൾമാരട്ട ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് നിങ്ങൾ ക്ലാസ്സുക്ക് ബറു ചൊന്തു നാണി എത്ര ആൾമാരട്ട ചൊന്നരാ ചൊന്തു ഞങ്ങൾ ഓരോരുത്തരും ആലോചനാക്കി നോക്കി മയ്യം. അപ്പൊ ഞങ്ങൾ ഇത് ഞങ്ങളെ കൊണ്ട് ആ ഒരു ദഅവത്ത് എല്ലാവർക്കും ക്ലാസ് എടുക്കുകയാവില്ല. ചിലപ്പോൾ എല്ലാവർക്കും പൈസ കൊടുക്കുകയുമാവല. ചില ആൾമാർക്ക് ഞങ്ങളെ കൊണ്ട് ആ ഒരു രൂപത്തിൽ ഞങ്ങൾ ദഅവത്താക്കണു ചൊന്തയിട്ടിക്കർ. അപ്പൊ ഞങ്ങളെ കൊണ്ട് ഒരാളുടെ വിളിക്കൂ എന്ത് അധ്വാനവും ഇല്ല. ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് ചൊന്തു ചൊന്നെങ്കിൽ ചിലപ്പോൾ മയ്യാവും. അപ്പൊ ആ രൂപത്തിൽ ഞങ്ങളെ കൊണ്ട് ആ ഒരു രൂപത്തിൽ അള്ളാഹുരെ ദീനര ദഅവത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കണു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ദീനര വിഷയം ശ്രദ്ധിക്കുന്ന ആൾമാരിൽ ഞങ്ങളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ വന്നു പോയതായ ചെറിയതും വലിയതുമായ തപ്പുറെ അള്ളാഹു നിങ്ങൾക്ക് മാഫാക്കി താറബെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.